വീട്ടിൽ നിന്നിട്ട് ഒന്ന് സ്കൂളിൽ പോയി കിട്ടാൻ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പാർക്കുട്ടിനൊക്കെ മിസ് ചെയ്യണ്ടേ. പാർക്കുട്ടിന്റെ വീട്ടിൽ പോയേക്കാലോ. അവിടെ നീ പിശാചികൾ ഉണ്ടാകുമെന്ന് എന്നെ കാണുമ്പോ കരയിച്ചു കളയും. ഏതായാലും പോയൊക്കെ പാർക്കുട്ടിനെ കാണാൻ കൊതിയായിട്ട് വയ്യ. രാവിലെ തന്നെ ഓടിക്കേ പോകണ്ടല്ലോ. പാർക്കുട്ടിനോട് തന്നെ കാര്യം മിക്കവാറും ഒന്ന് പേടിപ്പിച്ചു. ഓടിക്കാടി നീ പോകുന്നത്? അത് പാർക്കുട്ടിന്റെ വീട്ടിലേക്കാണ്. കുറെ ആയില്ല അവരെ കണ്ടിട്ട്, കാണാൻ കൊതിയായിട്ട് കാണാൻ പോവുകയാണ്. നിനക്ക് വീട്ടിൽ നിന്നാ പോരടി, എന്തിനാ അവരെ സന്തോഷം കളയുന്നത്? ഞാൻ അവരെ കാണാൻ കളിക്കാനാണ് പോകുന്നത്, അല്ലാതെ ഒരിക്കലും ഞാൻ അവരുടെ സന്തോഷം തകർക്കാനല്ല പോകുന്നത്. അയ്യേ, നിനക്ക് ഇപ്പോൾ അറിയില്ല. ഞാൻ അവർ പറയുന്നത് കേട്ടല്ലോ, അവർക്കത് നിന്നെ ഇഷ്ടമില്ല. നീ അതും വിശ്വസിച്ച് അവരെ കാണാനായിട്ട് ഇങ്ങനെ നടന്നോ? ഒന്ന് പോടോ, നിന്നെ ഞാൻ വിശ്വസിക്കില്ല. നീ പണ്ടേ കള്ളം പറയുന്നവളാ. നീ നാണയം വിശ്വസിച്ചോ? ഞാൻ കൃത്യത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഇനി നാണയം വിശ്വസിച്ചാൽ മതി. അവിടെ ചെന്നിട്ട് ഇങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാതെ അവരുടെ ഇടയിൽ കുത്തി കയറി ഇങ്ങനെ അവരെ ഒരു ശല്യമായിട്ട് നീ ജീവിച്ചോ? അങ്ങനെ ഒരിക്കലും പറയില്ല, എനിക്ക് 100% ഉറപ്പാണ്. ആടി സത്യം, ഞാൻ കേട്ടത് പറഞ്ഞോളൂ. നീ നാണയം വിശ്വസിച്ചാൽ മതി കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞത് പാർക്കുട്ടി ആടി മനസ്സിലായില്ല മോളെ. എന്നാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാർക്കുട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ കരുതി. അവൾക്ക് ഞാനൊരു ശല്യമായി. എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഇതാരാ? തുമ്പിയല്ലേ? തുമ്പി എന്തിനാ കരയുന്നത്? എന്താ അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത്? എന്തായാലും കാര്യം ചോദിച്ചു നോക്കാം. പാവം, ഒറ്റയ്ക്ക് കുറെ കരഞ്ഞു തോന്നുന്നു. അല്ലോ തുമ്പി മോളെ എന്തിനാ കരയുന്നത്? അതെ സുലൈമാനെ, എന്ത് ചാളി അടുക്കാറാക്കാതെ കാര്യം പറയും മോളെ. പാറക്കുട്ടിക്ക് ഒരു ശല്യം ഒന്ന് പോയി പെണ്ണ. അന്നോട് ഈ പൊട്ടത്തിലൊക്കെ പറഞ്ഞത്. ആ ബെസ്റ്റ് ലൂസിയാണ് പറഞ്ഞത്. പൊട്ടത്തിയാണേ ഇജല്ലാതെ ഓള് പറഞ്ഞു കേൾക്കുവാ. ഓള് ഫുള്ള് തള്ളാണ് മോളെ. ഓള് അങ്ങനെ തന്നെയാണ്. ആടി മോളെ, ഇജല്ലാതെ വേറെ ആരെങ്കിലും ഇപ്പൊ വിശ്വസിക്കോ? ഇത്രേ ഉള്ളൂ. ഇതിനാണ് നീ ഇത്ര നേരം കാര്യം. എന്നാ നമുക്ക് രണ്ടാം കൂടി പാർക്കുട്ടിനോട് പോവാ. എന്താണ് ചിരി? ഒറ്റ നേരം തന്നാലത്. എന്നാ പോവാ.